ഓക്കെ, സോ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ 3 ഐറ്റംസ് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 3 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗെയിമിംഗ് പെരിഫറൽസ് ആണ്. സോ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഓരോ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോയുടെ ആവശ്യമില്ല. അത്രയും ഷൂട്ട് ചെയ്ത് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നല്ലതും 3 ക്ലബ് ചെയ്ത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കുവൈറ്റിലുള്ള ടൈം മുതലേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ബിക്കോസ് ഇതിൻ്റെ റേറ്റിംഗ്സ്, ആമസോണിലെ സെയിൽസ് റേറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹൈ ആണ്. സോ അതുകൊണ്ട് ഇതൊക്കെ റിവ്യൂ ചെയ്യണമെന്ന് മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്നു. സോ എനിവേസ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഇഫ് ദേ ആർ വർത്തി ഓർ നോട്ട്. യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐറ്റംസിൽ ഫസ്റ്റ് മെക്കാനിക്കൽ കീബോർഡാണ് ക്വാണ്ടം ബ്രാൻഡിൻ്റെ. നെക്സ്റ്റ് ഒരു മൗസ് ആണ്, ഗെയിമിംഗ് മൗസ് സെബ്രോണിക്സ് ബ്രാൻഡിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് M മോഡൽ. ആൻഡ് ഗെയിമിംഗ് ഹെഡ്സെറ്റ് റെഡ്ഗിയർ ബ്രാൻഡിൻ്റെയാണ്, റെഡ്ഗിയറിൻ്റെ ക്ലോക്ക്. ഞാൻ പെരിഫറൽസിൻ്റെ വീഡിയോസിലെല്ലാം പറയുന്നതാണ്. കീബോർഡിൻ്റെ കാര്യമാണെങ്കിൽ 2000 റുപ്പീസിന് താഴെ, ഹെഡ്സെറ്റിൻ്റെ കാര്യമാണെങ്കിലും 1000-1500 താഴെ, മൗസിൻ്റെയും 500,000 റേഞ്ചിൽ വരുന്ന ഈ പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ ചൈനീസ് ജനറിക് മോഡൽസ് ആണ്. ഇതേ സെയിം മോഡലിൻ്റെ പല കമ്പനിയുടെ പേരിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആമസോണിൽ നോക്കിയാൽ മതി, ഇതേ സെയിം മോഡലിൻ്റെ ഉണ്ട്. സോ ഇതൊക്കെ ഒറിജിനൽ കമ്പനിയുടെ ഒറിജിനൽ ഡിസൈനോ അല്ലെങ്കിൽ കമ്പനി ഫ്രം ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യുന്നൊന്നുമല്ല, എല്ലാം റീബ്രാൻഡ് ചെയ്ത് വരുന്നതാണ്. അത് ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെക്കാനിക്കൽ കീബോർഡ് ക്വാണ്ടം ബ്രാൻഡിന്റെ റാപ്പിഡ് സ്ട്രൈക്ക് 2.0 മോഡലാണ്. ഇത് വാങ്ങിക്കാൻ കാരണം മറ്റ് കീബോർഡ്സിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതിന്റെ ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ആൻറ്റി സ്പോർട്സിന്റെ നോക്കിയാലും, കോസ്മിക് ബൈറ്റിന്റെ നോക്കിയാലും, റെഡ്ഗിയറിന്റെ ചില മോഡൽസ് നോക്കിയാലും, ഈവൻ സെബ്രോണിക്സിന്റെ നോക്കിയാലും, HP മോഡലിന്റെ നോക്കുവാണെങ്കിലും എല്ലാത്തിൻ്റെയും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സിമിലർ ഡിസൈൻ ആണ്. പക്ഷെ അതുമായിട്ട് ഡിഫറെൻ്റ് ആണ് ഇതിന്റെ ഡിസൈൻ. അതുകൊണ്ടാണ് ഇത് നോക്കിയത്. ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേഷ് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. മേലത്തെ LED ഇൻഡിക്കേറ്റേഴ്സിന്റെ അവിടെയും ഒരു ചെറിയ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ യൂഷ്വൽ പാറ്റേണിന് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ആൻഡ് അത് മാത്രമല്ല, ആമസോണിലെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 59% 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പ്രൈസിംഗ് വൈസ് നോക്കുവാണെങ്കിലും മെക്കാനിക്കൽ കീബോർഡ്സിൻ്റെ പ്രൈസിങ്ങിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഇതാണ്. 1200 ആ റേഞ്ചിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് 1379 എന്തോ ആണ്. ആൻഡ് ഇതിൻ്റെ റീഫർബിഷ്ഡ് അവൈലബിൾ ആണ് 950 റുപ്പീസ് ആ റേഞ്ചിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ മെക്കാനിക്കൽ കീസ് ഉള്ള, ഓൾദോ ട്രൂ മെക്കാനിക്കൽ കീസ് ഒന്നും അല്ല, പക്ഷേ എന്നാലും ചൈനീസ് മെക്കാനിക്കൽ കീസ് ഉള്ള ചീപ്പസ്റ്റ് മെക്കാനിക്കൽ കീബോർഡ്സ് ഇതാണ്. ബോക്സിൽ ജസ്റ്റ് കീബോർഡും ഒരു യൂസർ മാനുവൽ മാത്രമാണ്. കീ ക്യാപ്പ് ഉള്ളറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഫ്രെയിം ബോർഡർലെസ് ഫ്രെയിം ആണ്. സോ കുറച്ചൊരു മോഡേൺ ലുക്കാണ് കാണുമ്പോൾ കിട്ടുന്നത് നമുക്ക്. ടോപ്പിൽ LED ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കുലർ പാറ്റേൺ കട്ടൗട്ട് ാണ് കൊടുത്തേക്കുന്നത്. ഗ്രേഷ് ടോപ്പ് പാനലാണ്. ഫുൾ ഡാർക്ക് ഗ്രേ അല്ല, ബട്ട് സ്റ്റിൽ ഒരു മീഡിയം കൈൻഡ് ഓഫ് ഗ്രേ ആണ്. സോ ഈ ടോപ്പ് കണ്ടപ്പം അലൂമിനിയം കൈൻഡ് ഓഫ് ഫിനിഷ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് വാങ്ങിച്ചു നോക്കുമ്പം ഇത് ഫുള്ളി ഹാർഡൻഡ് പ്ലാസ്റ്റിക് ആണ്. കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ. ഇതിൽ മെറ്റൽ ഒന്നുമില്ല. ഈവൻ ബോക്സിൻ്റെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ അവരുടെ വെബ്സൈറ്റ് നോക്കുവാണെങ്കിലും സൈറ്റിലും ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഫോൾസ് ഇൻഫർമേഷൻ ആണ്, അതായത് മെറ്റൽ കൺസ്ട്രക്ഷൻ ആണെന്ന്. പിന്നെ ഒരു മിസ്റ്റേക്ക്, ഹോട്ട് സ്വാപ്പബിൾ കീസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഹോട്ട് സ്വാപ്പബിൾ മീൻസ് നമുക്ക് ഇതിൻ്റെ കീ ക്യാപ്സ് മാത്രമല്ല, ഈവൻ സ്വിച്ചും റിമൂവ് ചെയ്ത് പുൾ ഔട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്വിച്ച് യൂസ് ചെയ്യാമെന്നാണ്. പക്ഷേ ഇത് ആക്ച്വലി ഹോട്ട് സ്വാപ്പബിൾ അല്ല. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പുൾ ഔട്ട് ചെയ്യാൻ നോക്കിയിട്ട് വരുന്നില്ല. എസ്കേപ്പ് കീയുടെ എഡ്ജ് നോക്കുവാണെങ്കിൽ ആ പ്ലാസ്റ്റിക് റിമ്മ് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ ഇത് PCBയിൽ സോൾഡർ ചെയ്ത് വരുന്നതാണ്. സോ ഹോട്ട് സ്വാപ്പബിൾ അല്ല. അത് രണ്ടാമത്തെ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആണ്. എനിവേസ്, അതൊക്കെ മാറ്റി വെച്ച് ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ഓക്കെയാണ്, കുഴപ്പമില്ല, നല്ല ബിൽഡ് തന്നെയാണ്. കീബോർഡിന്റെ കൺസ്ട്രക്ഷൻ നല്ല സ്ട്രോങ് ആണ്, ഫ്ലെക്സിംഗ് ഒന്നുമില്ല. ഇനി സിമിലർലി കീ ക്യാപ്സിന്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിലും അത്യാവശ്യം ആവറേജ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഇതിൽ ചെയ്തേക്കുന്ന ലേസർ മാർക്കിംഗ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ ലേസർ മാർക്കിംഗ് ചെയ്തേക്കുന്നത് അത്ര പെർഫെക്റ്റ് അല്ല. ലെറ്റേഴ്സിന്റെ എഡ്ജസ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല ലേസർ മാർക്ക് ആയി വന്നേക്കുന്നത്. സോ അതുകൊണ്ട് അടിയിൽ നിന്ന് ലൈറ്റിംഗ് ഡിസ്പേഴ്സ് ആകുമ്പോൾ അത്ര ഒരു പെർഫെക്റ്റ് ഫീൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ലുക്ക് അല്ല കിട്ടുന്നത്. ആൻഡ് പറയാൻ വിട്ടുപോയി, RGB ഉള്ളതാണ്. RGB എന്ന് പറയുമ്പം ട്രൂ RGB ഒന്നും അല്ല, സോൺ വൈസ് RGB ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. കീസ് എല്ലാത്തിലും ചെറിയ വോബിൾ ഉണ്ട്. സ്പെഷ്യലി വലിയ കീസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഷിഫ്റ്റ്, കൺട്രോൾ അല്ലെങ്കിൽ എൻ്റർ കീസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് നല്ലപോലെ വോബിൾ ആകുന്നുണ്ട്. നോർമൽ നല്ലൊരു ബ്രാൻഡഡ് മെക്കാനിക്കൽ കീബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും വോബിളിനെസ് ഇതിൽ കൂടുതലാണ്. ബട്ട് പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യുമ്പം അത് ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കീബോർഡിന്റെ കേബിൾ ബ്രേഡഡ് അല്ല, നോർമൽ കേബിൾ ആണ് വരുന്നത്. USB ഗോൾഡ് പ്ലേറ്റഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഞാൻ 1 month ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ഇതിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഓൾറെഡി അതിന്റെ കോട്ടിംഗ് എല്ലാം പോയി ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. അതും ഈ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കംപ്ലൈന്റ് ഒന്നും അതിലും പറയുന്നില്ല. ഇനി കീബോർഡിന്റെ സ്വിച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ ബേസിക്
ബേസിക് ചൈനീസ് ചീപ്പായിട്ടുള്ള ബ്ലൂ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് ഡ്രിങ്ക് കീ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡ്രിങ്ക് കീ സ്വിച്ചസ് എന്ന് ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതൊരു ചൈനീസ് സ്വിച്ച് ആണെന്ന് മനസ്സിലായി. 50 മില്യൺ റേറ്റിംഗ് ഒക്കെ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട്. ബട്ട് സൗണ്ട്സ് ഗ്രേറ്റ്, സൗണ്ട് കൊള്ളാം. ബ്ലൂ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ക്ലിക്കിയാണ്. പേഴ്സണലി എനിക്ക് ക്ലിക്കി കീബോർഡ് അത്ര ഇഷ്ടമല്ല. ബട്ട് ഒരു ഗെയിമിംഗ് വൈബ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ക്ലിക്കി വൈബ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്വിച്ചസ് ഓക്കെയാണ്, പ്രിഫറബിൾ ആണ്. ടൈപ്പിങ്ങിൽ പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ലായിരുന്നു. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഓക്കെ ആയിരുന്നു. കീ ട്രാവലും ഓക്കെ ആയിരുന്നു. നല്ല ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ഒരു ടൈപ്പിംഗ് കൈൻഡ് ഓഫ് യൂസിനും ഗെയിമിങ്ങിനും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ദിസ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ RGB അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 20 മോഡ്സ് ആണ് ഇതിൽ പ്രീ ബിൽട്ട് ആയിട്ട് വരുന്നത്. സോ ഫുള്ളി ഒരു പെർക്കി ലൈറ്റിംഗ് അല്ലെങ്കിൽ പെർക്കിയുടെ RGB ലൈറ്റിംഗ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ റോയിൻ്റെയും ഓരോ ഡിഫറെൻറ്റ് കളറാണ്. ബ്രൈറ്റ്നെസ് അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ലേസർ മാർക്കിങ്ങിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാ ലെറ്റേഴ്സിൻ്റെ എഡ്ജസ് നോക്കുകയാണെങ്കിൽ സെൻറ്റർ പോർഷനിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ഡാർക്ക് ആയിരിക്കും. സോ അത് ഇതേലെ ലേസർ മാർക്കിംഗ് ചെയ്തതിൻ്റെ ക്വാളിറ്റിയുടെ ആ ഒരു കുറവ് കാരണമാണ്. പിന്നെ കീബോർഡിൻ്റെ മാനുവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലിനകത്താണ് ആ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത്. സോ ഫംഗ്ഷൻ കീ പ്ലസ് ടോപ്പ് ബോട്ടം ആരോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. ഫംഗ്ഷൻ പ്ലസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ ആണെങ്കിൽ RGBയുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. സിമിലർലി ഫംഗ്ഷനും ഇൻസേർട്ട്, ഹോം, പേജ് ഡൗൺ, പേജ് അപ്പും ഡിലീറ്റ് കീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പല ഡിഫറെൻറ്റ് എഫക്ട്സും പല മോഡ്സും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉള്ളത് ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലൈറ്റിംഗ് മോഡ്സ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. സോ 2 കസ്റ്റം ലൈറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത്. നമ്മളിപ്പോൾ സ്പെഷ്യലി ഡിം ലൈറ്റിലൊക്കെ ഗെയിമിംഗ് ചെയ്യുവാണ്, ഏതെങ്കിലും പർട്ടിക്കുലർ കീസ് മാത്രം ലൈറ്റപ്പ് ആയി കാണിക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മോഡ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ പ്ലസ് എൻഡ് ബട്ടൺ പ്രസ് ചെയ്യണം. സോ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ നമ്മുടെ എന്താണോ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി റെഡി ആണെന്നാണ്. സോ ഫംഗ്ഷൻ എൻഡ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏത് കീസ് ആണോ ഇലുമിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റം സെറ്റിംഗ് എന്താണ്. ഫോർ എക്സാമ്പിൾ ഗെയിമിങ്ങിൽ മോസ്റ്റ്ലി യൂസ് ആകുന്നത് നമുക്ക് WASD, പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് ടാബ് എസ്കേപ്പ് സ്പേസ് ഓൾട്ട്. സോ ഇത്രയും കീസ് മാത്രം ലൈറ്റപ്പായി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ പ്ലസ് എൻഡ് അടിച്ചിട്ട് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് ഇത് നമുക്ക് വീണ്ടും ഫംഗ്ഷൻ പ്ലസ് എൻഡ് അടിച്ചു കഴിഞ്ഞാൽ സേവ് ആവുന്നതായിരിക്കും. സോ ഫംഗ്ഷൻ പ്ലസ് എൻഡ് അടിച്ചു. സോ ഇപ്പം ഇത് സേവ് ആയിട്ടുണ്ട്. സോ മാനുവൽ നോക്കുവാണെങ്കിൽ ഫംഗ്ഷൻ 9 ആൻഡ് ഫംഗ്ഷൻ 0 ഓപ്ഷനിലാണ് ഇത് സേവ് ആവുന്നത്. സോ ഫംഗ്ഷൻ 9ൽ ഇപ്പോൾ ഇത് സേവ്ഡ് ആണ്. ഫംഗ്ഷൻ 0ൽ വേറൊരെണ്ണമാണ് ഞാൻ ജസ്റ്റ് ചെയ്തത്, അതിപ്പോൾ കാണാം. സോ ഇത് ഞാൻ ഫംഗ്ഷൻ 0ൽ സെറ്റ് ചെയ്തതാണ് ഈ ലൈറ്റിംഗ്. ഫംഗ്ഷൻ 9ൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്ന ലൈറ്റ്സ്. സോ അങ്ങനെ 2 പ്രീസെറ്റ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ഓവറോൾ 1300 റേഞ്ചിന് ഓക്കെ ആയിട്ടുള്ളൊരു കീബോർഡ്, മെക്കാനിക്കൽ കീബോർഡ് തന്നെയാണ്. ബ്രാൻഡ് നെയിം വെച്ച് നോക്കുവാണെങ്കിൽ കോസ്മിക് ബൈറ്റോ റെഡ്ഗിയറിൻ്റെ ഒക്കെ 1500-1700 ആ റേഞ്ചിൽ അവൈലബിൾ ആണ്. സോ ഇത് ജസ്റ്റ് ഒരു ചീപ്പസ്റ്റ് അവൈലബിൾ മെക്കാനിക്കൽ കീബോർഡ് എന്ന ഒരു റിവ്യൂ മാത്രമാണ്, അല്ലാതെ ഇതാണ് ബെസ്റ്റ് ചീപ്പസ്റ്റ് മെക്കാനിക്കൽ കീബോർഡ് എന്ന് ഞാൻ പറയുന്നില്ല. 1300 ആണ് പ്രൈസ് റേഞ്ച്. മെക്കാനിക്കൽ ബ്ലൂ കീസ് നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് RGB ലൈറ്റിംഗ്. ഈവൻ ദോ പെർക്കി അല്ലെങ്കിൽ ട്രൂ RGB അല്ലെങ്കിലും നമുക്ക് സോൺ വൈസ് RGB ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഓക്കെയാണ്. ഡിഫ്യൂഷൻ കുറച്ച് ഇംപെർഫെക്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. കീസിന്റെ ക്വാളിറ്റി എന്തായാലും നല്ലതാണ്. ടൈപ്പിംഗ് എക്സ്പീരിയൻസും കുഴപ്പമില്ലായിരുന്നു. ടൈപ്പിങ്ങിനും ഗെയിമിംഗ് വൈസും ഓക്കെയാണ്. യൂസബിൾ, ലൈക്ക് ഈ പ്രൈസ് റേഞ്ചിൽ യൂസബിൾ ആണ്. പിന്നെ ആകെ പറയാനുള്ളത് വെബ്സൈറ്റിലെയും ആമസോണിലെയും മാർക്കറ്റിംഗിന്റെ ചെറിയ നെഗറ്റീവ്സ് ആണ്. ലൈക്ക് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് മെറ്റൽ കൺസ്ട്രക്ഷൻ എന്നാണ്, പക്ഷേ മെറ്റൽ അല്ല. അതേപോലെ കീസ് ആർ ഹോട്ട് സ്വാപ്പബിൾ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ദേ ആർ നോട്ട്. സോ 1300 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ കീബോർഡ്, ചീപ്പായിട്ടുള്ള മെക്കാനിക്കൽ കീബോർഡാണ്. നെക്സ്റ്റ് സെബ്രോണിക്സിൻ്റെ നമ്മുടെ മൗസ്, സെബ്രോണിക്സിൻ്റെ ട്രാൻസ്ഫോർമർ M. ഇതിൻ്റെ കോംബോയും കിട്ടുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്. ആമസോണിലെ ഏറ്റവും ചീപ്പസ്റ്റ് കാറ്റഗറിയിൽ ഏറ്റവും ഹൈ സെല്ലിംഗ് ടോപ്പ് റേറ്റിംഗ് ഉള്ള ഒരു മൗസ്. സോ ഇതിൻ്റെ ബട്ടൺസ് നോക്കുവാണെങ്കിൽ 6 ബട്ടൺസ് ആണ് വരുന്നത്. ലെഫ്റ്റും റൈറ്റും ബാക്കും ഫോർവേഡും പിന്നെ ഒരു സ്ക്രോൾ വീലിൻ്റെ ബട്ടണും DP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടണും സെൻറ്ററിൽ. ഇതിൻ്റെയും ബോക്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് മൗസ് ആണ് വരുന്നത്. പിന്നെ ചെറിയൊരു പേപ്പറും ഒരു QR കോഡുമാണ്. ഇതിനു മുമ്പേ ഞാൻ കുറേ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതിൽ ആക്ച്വലി ഒരു മാനുവൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ മാനുവൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയ പേപ്പറിൽ ഒരു QR കോഡാണ്. മാനുവൽ നമുക്ക് ഡിജിറ്റലി എടുക്കാവുന്നതാണ്. സോ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ജനറിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഡിസൈനാണ്. ലൈക്ക് ഈ മോഡൽ
ഇഷ്ടം പോലെ ചൈനീസ് മാർക്കറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മൗസസ് കിട്ടും. മൗസിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ 130 grams എന്നാണ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. 130 grams നമ്മൾ നോക്കിയപ്പോൾ ടോട്ടൽ മൗസിന്റെ വെയിറ്റ് ആണ് വിത്ത് കേബിൾ. വിത്തൗട്ട് കേബിൾ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 96 grams ഒക്കെയാണ് കാണിക്കുന്നത്. DPI ലെവൽ നോക്കുവാണെങ്കിൽ 3600 വരെ DPI പോകുന്നതാണ്. ആൻഡ് ഇതിന്റെ DPI ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇതിന്റെ മാനുവൽ മെൻഷൻ ചെയ്തേക്കുന്ന ഫസ്റ്റ് ക്ലിക്കിൽ 1200, നെക്സ്റ്റ് 1800, അത് കഴിഞ്ഞിട്ട് 2400, പിന്നെ 3600. ഇങ്ങനെ ഈ ഒരു ഓർഡറിലായിരിക്കും DPI ഇൻക്രിമെന്റ് പോകുന്നതെന്ന്. പക്ഷേ എനിക്ക് ടു ബി ഫ്രാങ്ക് ഏറ്റവും ലോവസ്റ്റ് മനസ്സിലായി, ഏറ്റവും ഹയസ്റ്റ് മനസ്സിലായി. ബാക്കിയുള്ളത് പ്രസ് ചെയ്തിട്ട് വല്ല ചേഞ്ച് ആകുന്നുണ്ടോ ഒന്നും മനസ്സിലായില്ല. ലൈറ്റിങ്ങിലും ചേഞ്ച് ഇല്ല, ഒന്നുമില്ല. സോ ഓവറോൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ദാറ്റ്സ് ഓക്കെ ബിൽഡ് ക്വാളിറ്റി ആണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഞാൻ വാങ്ങിച്ചത് 399 പ്രൈസിനാണിത്. സോ 399 എന്ന പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ലൈക്ക് ഇറ്റ്സ് റിയലി വർത്ത് എന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല സ്റ്റഡി പ്ലാസ്റ്റിക് ആണ്. ബട്ടൺസ് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ലെഫ്റ്റും റൈറ്റ് ബട്ടൺസ്. ടോപ്പിലെ സ്ക്രോൾ വീൽ നോക്കുവാണെങ്കിൽ ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ടൈപ്പ് ഓഫ് സ്ക്രോൾ വീൽ ആണ്. അങ്ങനെ നമുക്ക് ക്ലിക്കി സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. റോൾ ചെയ്യുവാണെങ്കിലും സ്മൂത്തായിട്ടാണ് ഫ്ലോ ആയി പോകുന്നത്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് എന്താ പറയുക, ഒരു ക്ലിക്കി ടാക്ടൈൽ ആയിട്ടുള്ള സ്ക്രോൾ ബട്ടൺ ആണ് ഇഷ്ടപ്പെടുന്നത്. ബട്ടൺസിൽ എനിക്ക് ആകെ കംപ്ലൈന്റ് ഉള്ളത് ഫോർവേഡും ബാക്ക്വേർഡ് സൈഡിൽ വരുന്ന ഈ 2 ബട്ടൺസ് ആണ്. ബിക്കോസ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഫുൾ ഡീപ്പായിട്ടാണ്, അകത്തോട്ടാണ് പ്രസ് ആയി പോകുന്നത്. ബട്ടൺ സൈഡിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ആണ് കൊടുത്തേക്കുന്നത് സെന്റർ പോർഷൻ. അതിന്റെ സെന്ററിലാണ് ഇതിന്റെ ഗെയിമിംഗ് സെൻസർ വരുന്നത്. സെൻസറിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ജസ്റ്റ് ജനറിക് ആയിട്ടുള്ള ഗെയിമിംഗ് സെൻസർ ആണ് ഇതിലുള്ളത്. അതിന്റെ ബോട്ടം ഗ്ലൈഡിംഗ് ഫീറ്റ് നോക്കുവാണെങ്കിലും നോർമൽ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ഇതാണ്. സ്ക്രാച്ചസ് ഒക്കെ ഈസിലി വീഴുന്നുണ്ട്. 399 പ്രൈസ് റേഞ്ച് ആണെങ്കിലും മൗസിന്റെ കേബിൾ ബ്രേഡഡ് കേബിൾ ആണ്. ബ്രേഡഡ് കേബിൾ മീൻസ് ലൈക്ക് കുറച്ച് തിക്കായിട്ടുള്ള കേബിൾ ആണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷേ എന്താ പറയുക, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ അല്ല, ഇത് തിക്കായിട്ട് വൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് മേ ബി നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്ത് കഴിയുമ്പം ശരിയാവുമായിരിക്കും. ബട്ട് ഇനീഷ്യൽ യൂസേജിൽ കുറച്ചൊരു ഡിസ്റ്റർബൻസ് ആണ്, ബിക്കോസ് ഇതിങ്ങനെ പൊങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പോളിംഗ് റേറ്റ് ആണ്. പോളിംഗ് റേറ്റ് 125 Hz ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. 125 to 130 റേഞ്ച്, ഈ റേഞ്ചിലാണ് നിൽക്കുന്നത് പോളിംഗ് റേറ്റ്. പോളിംഗ് റേറ്റ് മീൻസ് മൗസിൻ്റെ ഒരു ലേറ്റൻസിയുടെ ഫാക്ടറാണ്. ലൈക്ക് എത്ര പ്രാവശ്യം മൗസ് നിങ്ങളുടെ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മൗസിൻ്റെ എക്സാക്ട് പൊസിഷൻ റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളതിനാണ് പോളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. സോ 125 Hz എന്ന് പറയുന്നത് ഒരു ബേസിക് മൗസിൽ വരുന്ന പോളിംഗ് റേറ്റ് ആണ്. യൂഷ്വലി ഗെയിമിംഗ് മൗസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 500 to 1000 റേഞ്ചിലാണ്, 1000 Hz ആണ് പോളിംഗ് റേറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. മൗസിൻ്റെ ഗ്ലൈഡിങ് അത്രയ്ക്ക് സ്മൂത്ത് ഒന്നുമല്ല. നിങ്ങളിപ്പം ഫാസ്റ്റ് പേസ്ഡ് ഗെയിംസ് ഒക്കെയാണ് കളിക്കുന്നതെങ്കിൽ എന്തായാലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. DPI ഡീവിയേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്തതും അറൗണ്ട് 15% ഡിഫറൻസ് വരുന്നുണ്ട്. 800 DPI വെക്കുമ്പോൾ നമുക്ക് 678 റേഞ്ച് DPI ആണ് കാണിക്കുന്നത്. ആക്ച്വലി ടെക്നിക്കലി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹയർ ഫാസ്റ്റ് പേസ്ഡ് ഗെയിംസിന് വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ DPI ഡീവിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ പോളിംഗ് റേറ്റും കുറവാണ്. കാഷ്വൽ ഗെയിമിങ്ങിനാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ പ്രൊഫഷണൽ റേഞ്ച് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾ പ്രോ ലെവലായിട്ട് ഗെയിമിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ FPS ഗെയിംസ് ഒക്കെയാണെങ്കിൽ സ്പെഷ്യലി ഇതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. 1000 Hz നല്ല മൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അതാണ് മൗസിൻ്റെ റിവ്യൂ. നെക്സ്റ്റ് നമ്മുടെ ഹെഡ്സെറ്റും ഞാൻ വാങ്ങിച്ചത് 499 പ്രൈസിനാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ആമസോൺ റേറ്റിംഗ് പ്രൈസ് കാണുന്നത് 799 ആണ്. ഓവറോൾ 70% മേലെ 4+ റേറ്റിംഗ് ഉള്ളൊരു ചീപ്പ് ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണിത്. സോ Redgear ക്ലോക്കിൻ്റെയും ഡിസൈൻ നോക്കുവാണെങ്കിൽ ആവറേജ് ഒരു ഡിസൈൻ ആണ്. പ്രത്യേകിച്ച് ഭയങ്കര ക്രേസി ഡിസൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മോസ്റ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. ടോപ്പിലെ ഹെഡ് ബാൻഡിൻ്റെ അവിടെ ഒരു 2 മെറ്റൽ റിംസ് ആണ് വരുന്നത്. ഇതിൻ്റെ താഴെയാണ് ആക്ച്വൽ ഹെഡ് ബാൻഡ് വരുന്നത്. ഒരു ഫേക്ക് ലെതർ മെറ്റീരിയൽ ടൈപ്പ് ഓഫ് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഹെഡ് ബാൻഡിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെറ്റീരിയൽ വൈസ് നോക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ ആകെ ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫാക്ടർ ഇതിൻ്റെ ഇയർ കപ്സ് ആണ്. ഭയങ്കര വലിയ ഇയർ കപ്സ് ആയിട്ടാണ് തോന്നിയത്. റൗണ്ട് ഷേപ്പിലാണ്, ഓവൽ ഷേപ്പിൽ നമ്മുടെ ഇയറിൻ്റെ ആ ഒരു ഷേപ്പുമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലല്ല. ഭയങ്കര റൗണ്ട് വലിയൊരു സംഭവമാണ്. അതിപ്പം ഇങ്ങനെ വെക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇവിടുന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ പ്രൊട്രൂഡായി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. മൈക്ക് ഡിറ്റാച്ചബിൾ ഒന്നുമല്ല, ഫിക്സഡ് മൈക്കാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഡിറ്റാച്ചബിൾ എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല. ബേസിക് ഒരു ഫിക്സഡ് മൈക്കാണുള്ളത്. ആൻഡ് ഹെഡ്സെറ്റിന്റെ ലെഫ്റ്റ് ഇയർ കപ്പിന്റെ ബാക്കിലാണ് വോള്യൂം സ്ക്രോൾ വീൽ വരുന്നത്. വേറെ ഒരു ബട്ടൺസും ഇല്ല. ഇമ്പോർട്ടൻ്റ്ലി വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത്, ഇൻ കേസ് നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുവാണ്, സ്പെഷ്യലി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ലാപ്ടോപ്പാണ്. ബിക്കോസ് ലാപ്ടോപ്പിൽ നമുക്ക് ഒരു 3.5 ജാക്ക് ആയിരിക്കും വരുന്നത്, കോംബോ ജാക്ക് ആയിരിക്കും.
സോ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് പിൻസ് ആണ് വരുന്നത്. മൈക്കിനും ഹെഡ്ഫോണിനും സെപ്പറേറ്റ് 3.5 ജാക്സ് ആണ്. സോ ഗെയിമിംഗ് ചെയ്യുന്നവരാണ് മൈക്ക് ആൻഡ് ഹെഡ്ഫോൺ രണ്ടും ഒരേ ടൈം യൂസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു 3.5 ടു മെയിൽ ടു ഫീമെയിൽ ഐ തിങ്ക് അങ്ങനെ ഒരു അഡാപ്റ്റർ വാങ്ങിച്ച് വെക്കേണ്ടി വരും. അതെന്തായാലും ഞാൻ ഇവിടെ സൈഡിൽ ഇട്ടേക്കാം. ആൻഡ് അത് മാത്രമല്ല വേറൊരു കാര്യം, ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൽ 3.5 ജാക്ക് ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ എനിക്ക് USB പോർട്ട്സ് ഒന്നും അവൈലബിൾ അല്ല. ആകെ ഉള്ളത് USB-യുടെ ഒരു Type-C പോർട്ടാണ്. സോ ഇൻ കേസ് എനിക്ക് മൈക്ക് യൂസ് ചെയ്യണം, സെയിം ടൈം ഇതിൻ്റെ RGBയും വർക്ക് ആകണം, RGBയും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതെനിക്ക് പോസിബിൾ അല്ല ഈ ലാപ്ടോപ്പിൽ. ബിക്കോസ് ഇതിൻ്റെ സൈഡിൽ USB പോർട്ട്സ് ഒന്നുമില്ല. എനിവേസ് ഇതിൻ്റെ RGBയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ RGB ലൈറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഇതുപോലെയായിരിക്കും RGB ഇലിമിനേറ്റ് ആകുന്നത്. ഇപ്പോൾ ഡിം ലൈറ്റിങ്ങിലാണ് കുറച്ച് ഇതായിട്ട് കാണുന്നത്. ഇൻ കേസ് നിങ്ങൾ നോർമൽ ലൈറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് കാണത്തില്ല. ഞാനിത് കാണാൻ വേണ്ടി ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഡിം ചെയ്തതാണ്. ഇയർ കപ്സിൻ്റെ കുഷൻ ഓക്കെ ആണ്. മെമ്മറി ഫോമോ അല്ലെങ്കിൽ ഹൈ എൻഡ് ഫോമൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഓക്കെ, ഡീസൻ്റ് ആണ്. ആൻഡ് ഇൻസൈഡ് ഡ്രൈവേഴ്സിൻ്റെ അകത്ത് നോക്കുവാണെങ്കിലും കവറിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ചിലപ്പം ചിലർക്ക് അത് ഡിസ്കംഫർട്ട് ആയിരിക്കും ഇയർ ടച്ച് ആകുമ്പം. ഇനി സൗണ്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ അത്ര വലിയൊരു എന്താ പറയുക ഓഡിയോ എഞ്ചിനീയറോ സൗണ്ട് എഞ്ചിനീയറോ ഒന്നും അല്ല. എനിക്ക് അറിയാവുന്ന ജസ്റ്റ് ബേസിക് എൻ്റെ യൂസേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഓരോരുത്തർക്കും ഡിഫർ ചെയ്യും. കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയുടെ ഹെഡ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാസ് ഇതിൽ കുറച്ച് മഫിൾഡ് ആയിട്ടാണ് തോന്നുന്നത്. ഓവറോൾ സൗണ്ട് പ്രൊഫൈൽ ഒരു മഫിൾഡ് ഫീലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓവറോൾ റിച്ച് ടെക്സ്ചർ കിട്ടുന്നില്ല. എന്തോ ഒരു അടച്ചു പിടിച്ച സൗണ്ട് പോലെയാണ് തോന്നുന്നത്. ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ടോപ്പ് ഫുൾ വോള്യൂം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങോട്ട് അത്രയും ടോപ്പിലോട്ട് പോകുമ്പോൾ ഡിസ്റ്റോർഷൻ ഉണ്ട്. ആൻഡ് മെയിൻലി ഗെയിമിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഗെയിമിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ ഡീസെന്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഗെയിമിങ്ങിൽ സൈഡിൽ നിന്നോ ബാക്കിൽ നിന്നൊക്കെ വരുന്ന ഫുഡ് സ്റ്റെപ്സ് ആയാലും റിസീഡിങ് ഫുഡ് സ്റ്റെപ്സ് ആയാലും അപ്രോച്ചിങ് ഫുഡ് സ്റ്റെപ്സ് ആയാലും നമുക്ക് ക്ലിയർലി കേൾക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നിയർ ബൈ ഗൺ ഷോട്ട്സ് ആയാലും ദൂരെയുള്ള ഗൺ ഷോട്ട്സ് ആയാലും ദൂരെ നിന്ന് വരുന്ന അപ്രോച്ചിങ് വെഹിക്കിൾസിന്റെ ആയാലും പോലത്തെ സൗണ്ട്സ് ലൈക്ക് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ മൈക്കിന്റെ ക്വാളിറ്റി എന്തായാലും എനിക്ക് അത്ര നല്ലപോലെ തോന്നിയില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഓഡിയോ ഡയറക്ട്ലി വരുന്നത് Redgear ക്ലോക്ക് മോഡൽ ഹെഡ്സെറ്റിന്റെ ഫിക്സ്ഡ് മൈക്കിൽ നിന്നാണ്. സോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്തെ അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന്. ഇതിൽ നമ്മൾ എന്തായാലും പോസ്റ്റ് പ്രോസസ്സിംഗോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഡയറക്റ്റ് റോ ഓഡിയോ തന്നെയായിരിക്കും ഞാൻ പ്ലേസ് ചെയ്യുന്നത് എഡിറ്റിംഗിലും. സോ എക്സാക്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് റിയൽ ടൈമിൽ എങ്ങനെയായിരിക്കും ഓഡിയോ കേൾക്കുന്നതെന്ന്. വൺസ് അഗൈൻ ദിസ് ഹോൾ ഓഡിയോ വാസ് കമ്മിങ് ഫ്രം Redgear ക്ലോക്സ് ഫിക്സ്ഡ് മൈക്ക്. സോ ഇപ്പോൾ കേട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സംസാരിക്കുന്നതിന്റെ ലാസ്റ്റ് ബിറ്റ്, നമ്മുടെ ലാസ്റ്റ് വേർഡിന്റെ ബിറ്റ് എല്ലാം ലോ ആയി പോകുന്നുണ്ട്. സ്റ്റാർട്ടിങ് നല്ലപോലെ പിക്ക് ചെയ്യുന്നുണ്ട്, എൻഡിങ് വരുമ്പോഴത്തേക്ക് നല്ലപോലെ പിക്ക് ചെയ്യുന്നില്ല മൈക്ക്. സോ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നോട്ടീസ് ചെയ്തതാണ്. സോ ഒരു ലോ ബഡ്ജറ്റ് ഗെയിമിങ്ങിന് വേണ്ടി നോക്കുവാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ പ്രോ ലെവൽ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മൈക്ക് ക്വാളിറ്റി ഉള്ളതും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഹെഡ്സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബട്ട് ലോ എൻഡ് റേഞ്ചിൽ നല്ലതാണ്. കംഫോർട്ട് ഓക്കെ ആണ്, ലൈറ്റ് ആണ്. വെയിറ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് 260 grams ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. സോ ഇവൻ ദോ പേഴ്സണലി ഇയർ കപ്പിന്റെ സൈസ് വലുതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്റ്റിൽ ഓവറോൾ എക്സ്പീരിയൻസ് വാസ് ഓക്കെ. സോ ഈ പ്രൈസ് പോയിന്റിൽ ലൈക്ക് മൗസ് ആണെങ്കിൽ 399 പ്രൈസ് റേഞ്ചിൽ Zebronics Zebmars ഈ മൗസ് ഓക്കെ ആണ്. കീബോർഡ് ആണെങ്കിലും 1300 റേഞ്ചിൽ മെക്കാനിക്കൽ കീസ് ഉള്ള കീബോർഡാണ്. ചീപ്പ് മെക്കാനിക്കൽ കീസ് ആണെങ്കിലും 1300 റേഞ്ചിൽ ഏറ്റവും ചീപ്പസ്റ്റ് അവൈലബിൾ ഒരു മെക്കാനിക്കൽ കീബോർഡാണ് ക്വാണ്ടം റാപ്പിഡ് സ്ട്രൈക്ക് 2.0. സിമിലർലി ഹെഡ്സെറ്റ് Redgearന്റെ ക്ലോക്ക് മോഡൽ 499, ഞാൻ പർച്ചേസ് ചെയ്ത പ്രൈസ് 499. ഈ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ലൈക്ക് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഹെഡ്സെറ്റ്, ഗെയിമിംഗ് ഹെഡ്സെറ്റ് തന്നെയാണ്. മൈക്കിന്റെ ക്വാളിറ്റി പോരാ. ഈ 3 ഐറ്റംസും യൂസബിൾ ആണ്. ലൈക്ക് നിങ്ങളുടെ ഒരു ലോ ബഡ്ജറ്റ് ആണ്, ലോ ബഡ്ജറ്റിൽ ഒരു ഗെയിമിംഗ് ഫുൾ സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ 1300 പ്ലസ് 399 ആൻഡ് 499 ആ റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 2000-2200 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം എൻട്രി ലെവൽ ലോ ബഡ്ജറ്റ് റേഞ്ചിൽ ഗെയിമിംഗ് പെരിഫറൽ സെറ്റ് ആക്കാൻ പറ്റും. സോ അതിനെന്തായാലും ഈ 3ഉം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. നോട്ട് ദ ബെസ്റ്റ്, ബട്ട് പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദേ ആർ ഓക്കെ. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇതിലേതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും വേണമെങ്കിൽ കമൻറ്റ്സ് ഷെയർ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ് ഓൾസോ. ആൻഡ് എന്തെങ്കിലും ലൈക്ക് ഞാൻ വിട്ടുപോയ കാര്യമോ ഓർ ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ സൈഡ് ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിലും അത് നല്ലതായിരിക്കും. ഐ മീൻ യൂസ് ചെയ്യുന്നവരുടെ ഫീഡ്ബാക്ക് ആണ് ഞാൻ പറഞ്ഞത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.